ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തിരഞ്ഞെടുപ്പോ വോട്ട് ചോദിക്കലോ ഒന്നുമില്ല. പകരം ഇപ്പോഴും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ആദ്യത്തെ അധ്യാപകനാണ് ദിവാരൻ മാഷയുടെ വേദിയിൽ ആദ്യമായി ഞാൻ കണ്ട അധ്യാപകൻ. അതിനുശേഷം പല വിദ്യാലയങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ കണ്ട അധ്യാപകൻ സന്നിഹിതനായി വേദിയിൽ, അതിനുശേഷമുള്ള കോളേജ് ബിരുദ വിദ്യാഭ്യാസ കാലത്ത് ആ കാലത്തെ പ്രതിനിധീകരിക്കുന്ന മിനി ടീച്ചറും വേദിയിലുണ്ട്. ഈ രണ്ടുപേരും ഉണ്ടാവുമ്പോൾ അധ്യാപകരുടെ ഒരു വൃത്തം ഏറെക്കുറെ പൂർത്തിയാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം, മിക്കവാറും പേരെല്ലാം, അല്പം പേരല്ലാതെ ഉണ്ടാവുമായിരിക്കും, വിവിധ കാലങ്ങളിൽ ഒരുമിച്ച് പഠിച്ചവരോ പഠിപ്പിച്ചവരോ സുഹൃത്തുക്കളായിരുന്നവരോ ഒക്കെ ആയിട്ടുള്ളവരാണ്. ചിലർക്ക് കാലം ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, അതേപോലെ നിത്യവസന്തങ്ങളായിരിക്കുന്നു. ചിലര് ചെറിയ മാറ്റങ്ങളുണ്ട്. കാലം ഇങ്ങനെ മുൻപോട്ട് പോവുകയാണ്. പക്ഷെ കാലം മുൻപോട്ട് പോകുമ്പോഴും ഒരു കാലത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ആളുകൾ എന്ന നിലയിലുള്ള സ്നേഹവും സൗഹൃദവും കരുതലുമെല്ലാം ഇപ്പോഴും കൈമോശം വരാതെ സൂക്ഷിക്കുന്നു എന്നത് നമ്മുടേതുപോലെ ഒരു കാലത്ത് വളരെയധികം ആഹ്ലാദം പകരുന്ന ഒന്നാണ്. സൗഹൃദവും സ്നേഹവും കൂട്ടായ്മയുമെല്ലാം എക്കാലവും ജീവസ്വറ്റ് നിൽക്കും എന്ന് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് സാധാരണ തെരഞ്ഞെടുപ്പുകളുടെ പ്രത്യേകത മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളാണ് എന്നത്. ഞാൻ വിചാരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി തനിച്ചല്ല, നമ്മളെല്ലാം ചേർന്ന് മത്സരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളെല്ലാം ചേർന്ന്